എൻ്റെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 17 വയസ്സ് തൊട്ട് ഒരു 24 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്. ഒരു പറയുമ്പോൾ ടു ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഒരു 1 ലൈൻ വെച്ച് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയി കഥ പറയുന്നു, പുള്ളി 3-ാമത്തെ ദിവസം അനൗൺസ് ചെയ്യാൻ പറയുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ആസക്കൂടെ റിലീസ് ആവുന്നത്. പിന്നെ അങ്ങോട്ട് നോക്കണ്ട, പുള്ളി ഈ മേനെ പേരയ്ക്കാന്ന് പേര് കണ്ടിട്ട് ഒന്ന് ചിരിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അർജുനെയാണ്. ഈ നിമിഷം വരെയും സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല, പക്ഷെ ഞാൻ ഭയങ്കര അലമ്പായിട്ട് കഥ പറഞ്ഞു. ഭയങ്കര സുന്ദരിയായിരിക്കണം, എന്നാൽ കണ്ണിലൊരു വിഷാദം ഉണ്ടാവണം, അങ്ങനത്തെ ഒരാളാണ്. 100% പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60% കിട്ടണം. അവർ സ്ക്രിപ്റ്റ് சொல்லும் போது നരേഷൻ வந்து ഒരു 3 hours ഇരുന്നിച്ച്. എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും നന്നായിട്ട് പുള്ളിയോട് മാത്രമേ കഥ പറഞ്ഞിട്ടുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ചില്ലാണ്, കാരണം അനാവശ്യ ദേഷ്യമോ ഒന്നുമില്ല. റൊമാൻസ് പ്ലസ് ത്രില്ലർ പ്ലസ് നല്ല സെൻസിബിൾ ഇമോഷൻസ്. എനിക്ക് ഫൈസൽ ഫസലുദ്ദീൻ രജനി സംവിധാനം നിർവഹിച്ച മേനെ പ്യാർ കിയ എന്ന ഫിലിമിൻ്റെ പ്രൊമോഷൻ സെറ്റിലാണ് നമ്മുടെ ഇപ്പോൾ 3 കിഡിലും ആൾക്കാരുണ്ട്. ഒരാൾ ദ ഡയറക്ടർ ഹിംസെൽഫ് ഫൈസൽ ഫസലുദ്ദീൻ, ദെൻ ദ ചാമിങ് ആൻഡ് വിവേഷ്യസ് പ്രീതി മുകുന്ദൻ, ആൻഡ് ദ ഇവോൾവിംഗ് ആൻഡ് ഹാർട്ട് റോപ്പ് ഹിർത്തു ഹാരൂൺ. ഓക്കെ, സോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്ടറും തുടങ്ങിയാലോ? പ്ലീസ്. ഫൈസൽ കുറേ വർഷം ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു, ബട്ട് നോട്ട് ആസ് എ ഡയറക്ടർ. ഇപ്പോഴാണ് ഡയറക്ഷൻ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ ഒരു ലൈനാണെന്ന് തോന്നുന്നു, ഞാൻ 9 വർഷത്തെ ഇതിന് ശേഷം എന്നെ ഇന്ന പ്രൊഡ്യൂസർ ഇത് ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ പേരൊക്കെ കോട്ട് ചെയ്ത് ഒരു ഇൻസ്റ്റയിൽ റീലോ ആണോ ഫോട്ടോ ആണോ എന്ന് എനിക്ക് അറിയില്ല, ഓർമ്മയില്ല, ഇട്ടിരുന്നു. സോ ടെൽ us, ആ 9 വർഷത്തെ എന്തായിരുന്നു? ഞാൻ ആദ്യമായിട്ട് വരുന്നൊരു സിനിമാ സെറ്റാണ്. എനിക്ക് സിനിമാ സെറ്റിനെ കുറിച്ചോ സിനിമാക്കാരെ കുറിച്ചിട്ടോ യാതൊരു ബന്ധവുമില്ല. ഞാൻ ആഡ്സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ പെപ്സി, IPL, കേരള ബ്ലാസ്റ്റേഴ്സ്, അങ്ങനെ കുറേ കോർപ്പറേറ്റ് ആഡ്, ഒരു 70-ന് മുകളിൽ കോർപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ടൈം തൊട്ട് ഞാൻ ഒരു 2060 അല്ലെങ്കിൽ 70 തൊട്ട് സ്വന്തം സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് പലരെ അപ്രോച്ച് ചെയ്ത് പല പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വലിയ പ്രോജക്ട്സുകൾ വന്നിട്ട് പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ ഫൈനലി എൻ്റെ ഏറ്റവും അവസാനം ഞാൻ ഏറ്റവും ഫ്രഷായിട്ട് എഴുതുന്ന ഒരു സിനിമയാണ് മേനെ പ്യാർ കിയ. വളരെ ഫാസ്റ്റായിട്ട്, ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടി ഭയങ്കര ഫാസ്റ്റായിട്ട് നടന്ന സിനിമയാണ് മേനെ പ്യാർ കിയ. ഞാൻ ഒരു 1 ലൈൻ വെച്ച് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയി കഥ പറയുന്നു, പുള്ളി 3-ാമത്തെ ദിവസം അനൗൺസ് ചെയ്യാൻ പറയുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് കിട്ടിയ ഒരു 4 മാസത്തിൻ്റെ ഗ്യാപ്പിലാണ് ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി പിന്നെ അതിൻ്റെ അപ്രോച്ച് പരിപാടിയൊക്കെ വരുന്നത്. ആ ഒരു 9 വർഷത്തെ ഒരു ട്രാവലിങ്ങിൽ ഞാൻ ഇതിന് മുമ്പ് പല സബ്ജക്റ്റുകളും പലരോടും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് കഥ പറയാനായിട്ട് അറിയില്ല, ഞാൻ കഥ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. നമുക്ക് ഇങ്ങനെ ചെയ്ത സാധനങ്ങളൊക്കെ കാണിച്ചിട്ട്, നമ്മുടെ പ്രൊഫൈലൊക്കെ കാണിച്ചിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, കാരണം പുള്ളി ഡീറ്റെയിൽ ടു പറയുമ്പോൾ ടു ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളിക്ക് അതിൻ്റെ ഒരു ഇതുണ്ട്. അതാണ് പുള്ളിക്ക് സമയം കൊടുത്താൽ, ഒരു 10 മണിക്കൂർ സമയം കൊടുത്താൽ ഡീറ്റെയിൽ ടു ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരും. സമയം കൊടുക്കും. ഷോർട്ട് ബൈ ഷോർട്ട് എല്ലാം ഷോർട്ട് ഡിവിഷനും കൂടി ചേർത്ത് പറയും തോന്നുന്നു. ഇല്ല, ഞാൻ ഷോർട്ട് ഡിവിഷൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്കിപ്പോ ഒരു സീനിനെ സ്റ്റോറിയെ എക്സ്പ്ലെയിൻ பண்ணி ഡീറ്റെയിൽ നമ്മൾ ആഡൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടൊരു ചാർട്ട് ഉണ്ടായിരിക്കും, ഷോർട്ട് ഡിവിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സിനിമയിലൊന്നും ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. രാവിലെ 7 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിക്ക് തുടങ്ങും, 6 മണിക്ക് അല്ലെങ്കിൽ മാക്സിമം 7 മണി, ചിലപ്പോൾ 9:30-ക്ക് തീർക്കുന്ന സമയത്താണെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് ഷോർട്ട് ഡിവിഷൻ ഒന്നുമില്ല. നമ്മളൊരു 100% പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60% കിട്ടണം. ആ ഒരു ഇതിലാണ് ഓരോ ദിവസവും സെറ്റിലോട്ട് വരിക. അത് മേനെ പ്യാർ കിയയിൽ വന്നു എന്നാണ് വിചാരം. പിന്നെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അടിപൊളിയായിരുന്നു, അതുകൊണ്ട് ഭയങ്കരമായിട്ട് സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു ഹീറോയിൻ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ചേർച്ചയുള്ള, അല്ലെങ്കിൽ തന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു കെമിസ്ട്രി ഫീൽ ചെയ്യുന്ന ഹീറോയിൻ, ഈ 2 പേരിലേക്ക് എത്താൻ എത്രത്തോളം അത് ഇതിനെ വേണമെന്നുണ്ടായിരുന്നു? ആദ്യമേ ഡിസൈഡ് ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനെയല്ല. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം നിധി എന്നാണ് ക്യാരക്ടർ. അപ്പോൾ നമുക്ക് നിധി മനസ്സിൽ ഉള്ള ഭയങ്കര സുന്ദരിയായിരിക്കണം, എന്നാൽ കണ്ണിലൊരു വിഷാദം ഉണ്ടാവണം, അങ്ങനത്തെ ഒരാളാണ്. അപ്പം നമ്മൾ കുറേ പേരെയൊക്കെ നോക്കി ഫൈനലി ഇങ്ങനെ നോക്കുന്ന സമയത്താണ് സ്റ്റാർ സിനിമ റിലീസാവുന്നത്. അപ്പോൾ നോർമലി ഒരു ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് കണ്ടു, പുള്ളിക്കാരിക്ക് ഞാൻ ഫസ്റ്റ് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ആസക്കൂടെ റിലീസാവുന്നത്. പിന്നെ അങ്ങോട്ട് നോക്കണ്ട, ഇതായി. പക്ഷേ നമ്മൾ സംസാരിച്ചു, ഫൈനലി പുള്ളിക്കാരി ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഡബിൻ്റെ സമയത്ത് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ പടത്തിൽ
ഇന്നായെന്ന് ചോദിച്ചപ്പോൾ കഥ മനസ്സിലായെന്ന് വെച്ചാൽ പറഞ്ഞു എനിക്ക് മനസ്സിലായൊന്നുമില്ല, പക്ഷെ അതിൽ എനിക്ക് എന്തോ ഉണ്ടെന്ന് തോന്നി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സന്തോഷം. ഇങ്ങനെ ഋതു എങ്ങനെയുണ്ടായിരുന്നു ഇതിനകത്തുള്ളൊരു അനുഭവം? ഒരു നമ്മുടെ പോസ്റ്ററിൽ തന്നെ ഒരു വാളൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു നമ്മളൊരു ബ്ലഡിൻ്റെ ഇതോട് കൂടിയായിട്ടുള്ളൊരു പോസ്റ്റർ നിങ്ങൾ റിലീസ് ചെയ്തിരുന്നു. അത് നമ്മളിപ്പോൾ പുറകിലും ഉണ്ട് ആ പോസ്റ്റർ. പക്ഷെ അതിൽ നമ്മുടെ പ്രീതിയുടെ ഫേസിൽ കുറച്ചൊരു ദേഷ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. ഇത് എന്താ ശരിക്കും ഒരു റൊമാൻറ്റിക് ത്രില്ലറാണോ ഇത്? അതെ, ഇത് റൊമാൻസ് പ്ലസ് ത്രില്ലർ പ്ലസ് നല്ല സെൻസിബിൾ ഇമോഷൻസ്, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണിത്. ഇത് മോസ്റ്റ്ലി കോമഡി, എല്ലാമേ ടോട്ടൽ ഇറക്കുന്ന ഒരു പാക്കേജ് ആണ്. ഒരു 100% ഇത് ഇപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 17 വയസ്സ് തൊട്ട് ഒരു 24 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു എന്റർടൈൻമെന്റ് ഒരു പടമാണ്. ഓക്കെ. അത് മാത്രമല്ല എല്ലാവർക്കും ഫാമിലി എല്ലാവർക്കും കാണാനും പറ്റും. മെയിൻലി അവർക്കാണ്, പക്ഷെ എല്ലാവർക്കും സൂട്ടബിൾ ആണെന്നാണ് തോന്നുന്നത്. ഈ ഒരു തോന്നുന്നല്ല ആണ്. മാക്സിമം തിയേറ്ററാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ വരുമ്പോൾ അവർക്ക് എൻഗേജ് ആവണം. നമുക്ക് പറഞ്ഞല്ലോ ഒരു മിനിറ്റ് പോലും ഫോൺ എടുത്ത് നോക്കരുത്, അങ്ങനെ പാക്ക് ആവണം എന്ന് വിചാരിച്ച് പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ വിചാരങ്ങളാണ് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് തിയേറ്ററിൽ സിനിമ വന്ന് ബാക്കിയുള്ള ഓഡിയൻസിന്റെ ഇത് നോക്കിയാലേ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ പോയ റൂട്ട് കറക്റ്റ് ആണെന്ന് ഇപ്പോഴും ഇനി സിനിമ റിലീസ് ആവാൻ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. എന്നിരുന്നാലും ആ പോയ റൂട്ട് കറക്റ്റ് ആണെന്ന് ഒരു വിശ്വാസം കറക്റ്റ് ആയിട്ടുണ്ട്. ഒന്നിലും ഭയങ്കര ഒരു ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു ഭാവം, രണ്ടാമത്തിൽ തലവേദന പോലെ നിൽക്കുന്ന ഹീറോയിൻ. അപ്പോൾ മൊത്തത്തിൽ ഹീറോയിനെ ചിരിച്ചിട്ട് വളരെ കുറച്ച് അതിനകത്തുള്ളൂ പോസ്റ്റേഴ്സിൽ. അപ്പം ഹീറോയിൻ എന്താണ്, ഹീറോയിന് ഇഷ്ടമല്ലേ അതോ വേറെ എന്തെങ്കിലും പോയി പെട്ടേക്കുവാണോ? വാട്ട് അബൌട്ട് യുവർ റോൾ? இந்த படத்துல மோஸ்டா என்னோட கேரக்டர் வந்து பெருசா சிரிக்கவே மாட்டாங்க. ஸோ பட் அந்த கேரக்டரோட பேக் ஸ்டோரியில் அதெல்லாம் இருக்கும். பட் அதனாலே வந்து இந்த கேரக்டர் ரொம்ப இன்ட்ரெஸ்டிங்காக இருந்துச்சு. அவர் ஸ்கிரிப்ட் சொல்லும் போது நரேஷன் வந்து ஒரு 3 hours இருந்துச்சு. என்னோட கேரக்டர் நானும் என்னோட மேனேஜரும் வந்து ஒரு காலில் கேட்டோம். என்னோட கேரக்டர் ஃபர்ஸ்ட்லலாம் வர்றது கேட்டுட்டு நாங்கள் ஒரு 20-30 minutesல நாங்கள் மெசேஜ் பண்ணிட்டோம். ஒரு ஜூம் காலில் இருந்தோம். ஸோ நாங்கள் மெசேஜ் பண்ணி கண்டிப்பாக ஓகே சொல்லிடலாம் அப்படி. அதுக்கப்புறம் இன்னொரு 2.5 hours போச்சு. நிறைய எங்களுக்கு கதை புரியல. பட் என்னோட கேரக்டர் மட்டும் எங்களுக்கு புரிஞ்சுது ஓகே அப்படின்னு சொல்லி அப்புறம் இமீடியட்டாகவே ஓகே சொல்லிட்டோம். பிகாஸ் அந்த ஆர்க் அவர் வந்து இன்ட்ரெஸ்டிங்காக எழுதியிருந்தார். நான் அப்போ யோசித்தேன் எங்கேருந்து இவருக்கு இந்த மாதிரி யார் இந்த மாதிரி பார்த்துருக்காரு அப்படின்னு யோசிச்சேன். அதுக்கப்புறம் பார்த்தா இந்த கேரக்டர்லாம் இவர் லைஃப்லேயே பார்த்துருக்க மாதிரி கதை சொன்னார் என்கிட்ட. ஸோ எனக்கு இது ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേര് ഈ ഫിലിമിനകത്തുണ്ട്. അതിനാണ് നമുക്കൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കാസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് പല പല റീസൺസ് ഉണ്ടാവാം. എന്നാൽ പോലും എത്രത്തോളം അവർ ആ റോളിനോട് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇപ്പൊ നമ്മള് സബ്ജക്ട് പറഞ്ഞു. ഇപ്പൊ സഞ്ജു ഉണ്ണിത്താൻ ആണ് പ്രൊഡ്യൂസർ. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് പുള്ളി അറിയാവുന്ന മന്ദാകിനി എന്ന് പറഞ്ഞ ഒരു സിനിമ പ്രൊഡ്യൂസറാണ്. അപ്പം പുള്ളിയെടുത്ത് ഞാൻ ചെന്ന് സബ്ജക്ട് പറഞ്ഞു. മന്ദാകിനിയുടെ പ്രൊമോഷൻ ഇതേ ഹോട്ടലിൽ ഇതേ ഹോളിൽ വെച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ പുള്ളിയെടുത്ത് കഥ പറയുന്നത്. പുള്ളി എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് സംഭവം തന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഥ കേട്ടിട്ട് പുള്ളി പറഞ്ഞോടാ എനിക്ക് കഥ ഭയങ്കര ഇഷ്ടമായി, ഞാൻ ആർട്ടിസ്റ്റിനെ ഒന്നും നോക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്തോ എന്നൊരു സംഭവം പറഞ്ഞു. അപ്പൊ നമുക്ക് മാക്സിമം ആൾക്കാർക്ക് അറിയാവുന്ന കുറച്ച് പേരെ കൊണ്ടുവരണമെന്ന് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറെ പേർ റെഫർ ചെയ്ത് അപ്പോഴാണ് അർജു വരുന്നു, കുട്ടി വരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ വന്നവരെല്ലാം ഭയങ്കര ഇൻപുട്ട് തന്നിട്ടുണ്ട്. അവർ വന്ന ഇപ്പൊ എനിക്ക് ഡയറക്ടർ എനിക്ക് ഭയങ്കര ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അർജുനെയാണ്. അവൻ ആള് വരുന്ന സമയം തൊട്ടേ പലരെയും റോസ്റ്റ് ചെയ്ത് പൊരിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ ആരും റോസ്റ്റ് ചെയ്യില്ലെന്ന് ആദ്യമേ പറയും. വർക്ക്ഷോപ്പൊക്കെ കൊടുത്ത്, പക്ഷെ അർജു വന്ന് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ എന്താണോ അതിന്റെ മുകളിൽ അയാൾ ചെയ്തിട്ടുണ്ട്. ആരും ആളെ ഈ പടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ റോസ്റ്റ് ചെയ്യാൻ പോവില്ല. അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പെർഫെക്റ്റ്. അയാളെ റോസ്റ്റ് ചെയ്യാൻ പോവില്ല, അത് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇപ്പോൾ ഹൃദുവിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ക്രാഷ് കോഴ്സ് ആണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നോക്കി നമ്മൾ പതുക്കെ മുറയെത്തിയാലും അല്ലെങ്കിൽ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കി പോവാണ്. ഓൾ ഇമാജിൻ ഇസ് ലൈറ്റ് അങ്ങനെയൊക്കെ എന്തെത്തിയാലും അതിലൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തുടക്കത്തിൽ തന്നെ ഇവോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ക്യാരക്ടർ ചൂസ് ചെയ്തതിൻ്റെ ഇതാണോ അതോ വന്ന പ്രോജക്റ്റിനെ വളരെ ആത്മാർത്ഥമായി സമീപിച്ചത്? എന്താണ് അതിൻ്റെ? വരുന്നതല്ലേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്. അങ്ങനെയുണ്ടല്ലോ, വരുന്നത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം കിട്ടിയത് വേറെ എനിക്ക് ബ്ലെസ്സിങ്സ്. ഐ തിങ്ക് ഐ എം വെരി ബ്ലെസ്ഡ്. കാരണം കുറേ നല്ല പ്രോജക്ട്സ് കിട്ടിയിട്ടുണ്ട്. മെയിൻ പേർക്കായാലും കിട്ടുന്നതെല്ലാം എനിക്ക് കിട്ടിയ എല്ലാം അടിപൊളി പ്രോജക്ട്സ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതൊരു ബ്ലെസ്സിങ്ങുമാണ്, റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്.
റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഇൻ വാട്ട് സെൻസ് അതായത് നമ്മൾ ഇനി അടുത്തത് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി ഈ പ്രേക്ഷകർ ഇപ്പൊ കിട്ടിയേക്കുന്ന എനിക്കൊരു മീറ്റർ ഉണ്ട്, ആ മീറ്റർ എനിക്ക് ഒന്നിക്ക് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ എന്റെ മേളിൽ പോകണം. റെസ്പോൺസിബിലിറ്റി ആസ് എൻ ആക്ടർ ഓർ ആസ് എൻ ആക്ടർ? റെസ്പോൺസിബിലിറ്റി അത് നമ്മൾ അയ്യോ നമ്മളിനി ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ ഔട്ട്, നമുക്ക് ഈ ആക്ടിങ് ചൂസ് ചെയ്തത് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇമ്പ്രൂവ് ആവണത് നമ്മുടെ ഇഷ്ടം കൊണ്ടായിരിക്കണം, അല്ലാതെ വേറെ ഒരു ഫാക്ടർ ആയിരിക്കും അവൻ മറ്റേ അത് നമുക്ക് ബെറ്റർ ആവണോ അതുകൊണ്ട് മാത്രം ഇമ്പ്രൂവ് ആവണം. ബിക്കോസ് ഐ ലൈക്ക് ഇറ്റ്, ഐ ലവ് വാട്ട് ഐ എം ഡൂയിങ്. എനിക്ക് ഇമ്പ്രൂവ് ആവണമെന്നുണ്ട്, എനിക്ക് ഇമ്പ്രൂവ് ആവുന്നൊരു രസം കണ്ടിട്ടുണ്ട്. കാരണം 2-3 പടം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പിടികിട്ടി. ആ പിടികിട്ടി എന്നുള്ള റിയലൈസേഷൻ ആണ് ഹാപ്പിനെസ്. ലൈക്ക് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് കുഞ്ഞു കുഞ്ഞ്. അപ്പം മനസ്സിലാക്കി പടം ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്തൊക്കെ പഠിക്കാം, എന്തൊക്കെ അത് ആ പുതിയ കാര്യങ്ങൾ അറിയുമ്പം കുറേ റിലീഫാവും, കുറേ കാമാവും. ഇതിൽ നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് മുതൽ ഇപ്പോൾ നമ്മുടെ മേനെ പ്യാർ കിയ അതിൽ വന്ന് നിൽക്കുന്ന ഒരു ഋതുവുണ്ട്. ഋതുവിൻ്റെ ആ ഒരു ഓരോ ക്യാരക്ടറിനോടുള്ള ആ ഒരു സമീപനം എന്ന് പറയില്ലേ, അതെങ്ങനെയായിരുന്നു? ഓരോ ക്യാരക്ടറിനെ കുറിച്ച് അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻസ് ആ ഞാൻ ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഓരോ സിനിമ ചെയ്യുമ്പോഴും ഫൈസലിക്കാരോട് ചെയ്യുമ്പോൾ വേറൊരു കൈൻഡ് ഓഫ് ഒരു മെത്തേഡ്, പുള്ളിയുടെ ഒരു വേ ഓഫ് മേക്കിംഗ് ആക്ടേഴ്സിനെ എങ്ങനെ ചെയ്യിപ്പിക്കുക. ആക്ടേഴ്സിനെ നന്നായിട്ട് ചെയ്യിപ്പിക്കുന്ന ആൾ തന്നെയാണോ അതോ ആക്ടേഴ്സിനെ വിട്ടു തരുന്ന ആളാണോ? രണ്ടും ഉണ്ട്. രണ്ടും ബേസിക്കലി ഭയങ്കര ഫ്രീ ആണ്. നമുക്ക് എന്തും സിനിമയെ പറ്റി സംസാരിക്കാം, എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. പുള്ളി അത് കേൾക്കും, പുള്ളി പറയും. നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ചില്ലാണ്. കാരണം അനാവശ്യ ദേഷ്യമോ ഒന്നുമില്ല. നമ്മൾ സിനിമ നന്നായിട്ട് നടക്കണം, പുള്ളി സിനിമ മാത്രമേ ഉള്ളൂ മൈൻഡിലുള്ളത്. അപ്പം അത് എങ്ങനെ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് വരാൻ കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ഫ്രീ ആയിരുന്നു. അതായത് ഇപ്പം ഒരു ക്യാരക്ടർ വളരെ റൊമാൻറ്റിക് ആണ്, ആ റൊമാൻറ്റിക് സംഭവത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് നമ്മൾ പറയത്തില്ല ഒരു വയലൻസ് അത് മുഖത്ത് കൊണ്ടുവരുന്ന ഒരു സംഭവം. അപ്പം അങ്ങനെയൊക്കെ ഈ സ്വിച്ച് ചെയ്യുന്ന സമയം വരുമ്പോൾ, അതായത് ഞാൻ നേരത്തെ ചെയ്തിരുന്ന ക്യാരക്ടറെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നൊരു ശീലമുണ്ടോ? അല്ലെങ്കിൽ അതിൽ നിന്നിട്ട് പിന്നീട് അടുത്തോട്ട് സെറ്റിലെത്തുന്ന ഇനിഷ്യൽ കുറേ ദിവസങ്ങളിൽ പഴയ ഫിലിമിൻ്റെ അങ്ങനൊരു സംഭവം ഉണ്ടോ, ഒരു ഹാങ് ഓവർ ഉണ്ടായിരിക്കും? കാരണം മസിൽ മെമ്മറി എന്നൊരു സാധനം ഉണ്ടല്ലോ. നമ്മൾ ഒരു കാര്യം ചെയ്ത് നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ അത് വരും. അത് നമ്മൾ തിരിച്ചറിയുവാണെങ്കിൽ നല്ലത്. ഇപ്പോൾ വേറൊരു പടം ചെയ്തിട്ട് ഈ മുറ ചെയ്തു, മുറയുടെ ഒരു സാധനം ഇവിടെ വരുവാണ്, അത് വരാൻ പാടില്ല. അത് പുള്ളിയും ചിലപ്പോൾ ഞാൻ അറിയത്തില്ലായിരിക്കും, ഡയറക്ടറിന് പറയാൻ മനസ്സിലാടാ ഇത് പരിപാടി ഇതല്ല വേണ്ടത്, ഇത് അതുപോലെ വരുവാണ് റെഫറൻസ്. അപ്പം ആ ഒരു അവയർനെസ്സിൽ എനിക്കും കൂടുതലൊരു ബോധം വരും. പിന്നെ അത് ബോധത്തോടെ മാറ്റിക്കളയാൻ ശ്രമിക്കും. അതൊരു പ്രാക്ടീസാണ്. മേനെ പ്യാർ കിയ നമുക്കത് കേൾക്കുമ്പോൾ 2 കാര്യങ്ങൾ ഓർമ്മ വരാം. കുറച്ചൊരു പുറകോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഫിലിം, പഴയ ഹിന്ദി ഫിലിം, അത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ഫിലിമായിരുന്നു. രണ്ടാമത് നമ്മുടെ ദിലീപേട്ടൻ്റെ പാട്ട്. ഈ 2 സംഭവങ്ങൾ ഓർമ്മ വരിക. ഈ ഒരു പേര് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? എനിക്കൊരു കോ റൈറ്റർ ഉണ്ട്, പുള്ളിയുടെ പേര് ഫൈസൽ തന്നെയാണ്. അത് ശരി. അപ്പോൾ പുള്ളി എന്നോട് ഞങ്ങളിങ്ങനെ ഒരു ഏകദേശം ഒരു ഡ്രാഫ്റ്റ് പറഞ്ഞിട്ട് എന്ത് പേര് വെക്കാന്ന് ആലോചിക്കുന്ന സമയത്ത് പുള്ളി പറയുന്നതാണ് മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോൾ ഒട്ടും കണക്ട് അല്ല, എനിക്ക് ഭയങ്കര ക്രിഞ്ചാണ് മേനെ പ്യാർ കിയ. ഞാൻ അങ്ങനെയല്ല, ഒരു ഡാർക്ക് അങ്ങനത്തെ പടമാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രോസസ്സ് പോയി, ഓക്കെ വർക്കിംഗ് ടൈറ്റിലായിട്ട് ഇത് ഇരിക്കട്ടെ എന്ന് വെച്ച് രണ്ടാമത്തെ ദിവസമാണ് അത് പറഞ്ഞ രണ്ടാമത്തെ ദിവസമാണ് സഞ്ജു ഏട്ടൻ്റെ അടുത്ത് നിന്ന് കഥ പറയുന്നത്. അപ്പോൾ ഒരു പിച്ച് ഡെക്കൊക്കെ ആയിട്ടാണ് പോയത്. അപ്പം പിച്ച് ഡെക്കുമായിട്ട് പോയി പുള്ളി അത് കണ്ടിട്ട്, പുള്ളി ഈ മേനെ പേരയ്ക്കാന്ന് പേര് കണ്ടിട്ട് ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു ഓക്കെ നമുക്ക് 3-ാമത്തെ ദിവസം അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഈ പേര് തന്നെ അല്ല. ഇപ്പം ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന സംഭവം ഭയങ്കര അടിപൊളിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു മലയാള ഇൻഡസ്ട്രിയിൽ ഒരു 60% പ്രൊഡ്യൂസേഴ്സിൻ്റെ എൻ്റെ നമ്പർ ഉണ്ടായിരിക്കും. പക്ഷേ ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസർ ഓക്കെ പേര് കണ്ടിട്ട് പുള്ളി സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല, പുള്ളി ഈ നിമിഷം വരെയും സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല, അവിടെ ഒരു 1 ലൈൻ മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഈ പേര് പുള്ളിക്ക് ഭയങ്കര വർക്കായി, നമ്മൾ പറഞ്ഞൊരു സാധനം വർക്കായിട്ട് പുള്ളി പറയണം ഓക്കെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു 4 മാസത്തോളം എഴുതാനായിട്ട്. ഓക്കെ അപ്പോൾ അതൊരു 2 മാസം കഴിഞ്ഞ ഡ്രാഫ്റ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഈ മേനെ പ്യാർ കിയ എന്നുള്ളൊരു ടൈറ്റിലിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഇനി ഒരു ടൈറ്റിൽ കിട്ടായില്ല. ഞാൻ പ്രേമിച്ചതിന് ശേഷം എന്തായി, അതാണ് സിനിമ. ഓക്കെ. ഈ നമ്മുടെ ഹീറോ ആൻഡ് ഹീറോയിൻ അവരുടെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള, അതായത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇതൊരു കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് എന്ന് തോന്നിയ ഒരു സംഭവം ഉണ്ടാവുമല്ലോ ഇതിൽ? ബേസിക്കലി എനിക്ക് ഈ ആര്യൻ, നിധി, ഈ 2 ക്യാരക്ടേഴ്സാണ്. എനിക്ക് നിധിയെ വളരെ നന്നായിട്ട് അറിയാം, ആര്യനെ നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് ഇവരുടെ മാനറിസംസ് നന്നായിട്ട് അറിയാം. അപ്പം ഓക്കെ പുള്ളിക്കാരിയെ ചൂസ് ചെയ്തു. ഫസ്റ്റ് വന്ന്
നമ്മൾ ചെയ്യുന്ന ഒരു സീൻ കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര പാക്കായി. ഓക്കെയാണ്. ഋതു വന്നു. ഋതുവിൻ്റെ ഫസ്റ്റ് സീൻ ചെയ്യുമ്പോൾ ഋതു ഓക്കെ അപ്പോൾ ഓക്കെ എനിക്ക് ഓക്കെ ഡൗട്ട്ഫുള്ളാണ്. ഓക്കെ ഇത് വർക്കാവോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു മേജർ സീനിൽ വന്നു ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആളുടെ ഒരു പെർഫോമൻസ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതിലൊന്നും, പിന്നെ എനിക്ക് ആ റേഞ്ച് അവിടെ നിന്ന് അങ്ങോട്ട് താന്നിട്ടില്ല. ശരിക്കും ഈ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, കഥ പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ വളരെ അടിപൊളിയായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളിയുടെ ഫാദറിനോടാണ്. അത് ശരി. കാര്യം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. 15-ാം തീയതി ഷൂട്ട്, നമ്മൾ മുമ്പേ ചൂസ് ചെയ്ത 2-3 ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് പ്രശ്നം അവർ മാറിപ്പോയി. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. 12-ാം തീയതി രാത്രി ഞാൻ നമ്മുടെ ക്യാമറമാനുണ്ട് ഡോണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇനി എന്ത് ചെയ്യുള്ളൂ, ഇത് പടം നടക്കില്ലേ എന്നുള്ളൊരു മൊമെന്റിൽ ഒരു കണക്ട് ചെയ്ത്. അപ്പോൾ ഋതു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെ മകൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ നമ്മുടെ മൈൻഡിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും പ്രൊഡ്യൂസറുടെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. എനിക്ക് പുള്ളിയുടെ ബാക്കിലുള്ള ഒരു പടവും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് മുറ അറിയില്ല, ബാക്കിയുള്ള ഒരു സംഭവം അറിയില്ല. അതിനുശേഷം ഞാൻ ഇയാൾ ആരാന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ്, ഇവിടെ പലർക്കും അറിയില്ല ഇയാൾ ആദ്യം ചെയ്ത പടങ്ങൾ. ഇപ്പോൾ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലൊരു ഭയങ്കര ഫേമസ് സീരീസ് ആണ്. അവിടെ ഒരാൾ വന്ന് ഒരു മെയിൻ പാർട്ട് വഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഇതൊക്കെ ഞാൻ നോക്കിയിട്ട് അവിടെ ഇവനാ. അപ്പോൾ ഓക്കെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ നൈറ്റാണ് കോൾ ചെയ്യുന്നത്. പുള്ളിയെ വിളിച്ചിട്ട് ഒരു 11 മണി തൊട്ടൊരു 2 മണി വരെ പുള്ളി എടുത്ത് കഥ പറഞ്ഞു. എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും നന്നായിട്ട് പുള്ളിയോട് മാത്രമേ കഥ പറഞ്ഞിട്ടുള്ളൂ. പുള്ളി കഥ കേട്ടിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം ഋതുവിനെ വിളിച്ചപ്പോൾ ഋതു എടുത്തു പറഞ്ഞു ഞാൻ ഫാദർ അങ്ങനെ പറയാറില്ല, അപ്പോൾ പുള്ളി അടിപൊളി എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് എനിക്ക് പിന്നെ ഒന്നും കേൾക്കണമെന്നില്ല. പക്ഷെ ഞാൻ ഭയങ്കര അലമ്പായിട്ട് കഥ പറഞ്ഞു അവനോട്. ഞാൻ പറഞ്ഞു ഓക്കെ അടുത്ത ദിവസം വരാം. പക്ഷെ ഇവർ രണ്ടുപേരും എന്നല്ല, എനിക്ക് ഇതിൽ അർജു ചെയ്ത ക്യാരക്ടർ ആയിക്കോട്ടെ, കുട്ടി ചെയ്ത ക്യാരക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ചെയ്ത ക്യാരക്ടർ ആയിക്കോട്ടെ, ഇവരെല്ലാവരെയും എനിക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അവരെല്ലാം തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ കൊണ്ടുവച്ചൊരു ക്യാരക്ടറുണ്ട്, ഇതിന് നിക്സൺ എന്ന് പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ ഒരു ചേട്ടനായിട്ടുള്ള, അത് അസ്കറാണ് ചെയ്തിരിക്കുന്നത്. അസ്കറും ഞാനും ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്, ഒരു വീട്ടിൽ താമസമാണ്. അപ്പോൾ എനിക്കറിയാം അവൻ ഇങ്ങനെ ചെയ്യുമെന്ന്. അവനും ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെയൊക്കെ മുകളിൽ തന്നു. അപ്പോൾ ടോട്ടലി ഭയങ്കര ഹാപ്പിയാണ്. അതിൽ ഇവരെല്ലാവരും ഭയങ്കര നന്നായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അസ്കറിന് കുറച്ചൊരു ഇടവേള എടുത്തിട്ട് ഒന്ന് ആക്റ്റീവ് ആവുന്ന ഇയർ ആണ് 2025 എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊന്ന് 3 ഫിലിംസ് എങ്ങാണ്ട് ഓൺ ആണെന്ന് ഞാൻ വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടായിരുന്നു. അപ്പം അസ്കർ പെട്ടെന്ന് കുറച്ചൊരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് സമയം എടുത്തു. എങ്ങനെയായിരുന്നു അസ്കറിന്റെ ഒരു പെർഫോമൻസ്? ഇല്ല, അസ്കറിനെ സംബന്ധിച്ച് അസ്കറിനെ അറിയാം ഏത് നല്ലത് മോശം. ഇപ്പോൾ ഒരാൾ മോശമായിട്ട് ആൾക്കാരൊക്കെ പറയുമ്പം അവൻ അത് നല്ലതെന്ന് പറയില്ല. അവൻ വന്ന് വെറുതെ, ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് കഴിഞ്ഞ 5-6 വർഷമായിട്ട് വെറുതെ ഇരിപ്പായിരുന്നു. ഞങ്ങളൊരു ആ സമയം തൊട്ടേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നടന്നില്ല. അതിനുശേഷം ഇപ്പോഴാണ് നടന്നത്, അതാണ് ആ ഗ്യാപ്പ് ആയത്. ഓക്കെ. അതുപോലെ തന്നെ ഋതുവിൻ്റെ ഫാദർ പിന്നീട് ഫിലിമിൻ്റെ ഇത് കണ്ടോ? ഐ മീൻ പ്രിവ്യൂ അല്ലെങ്കിൽ പോലും പ്രിവ്യൂ പോലെ കണ്ടോ? കണ്ടിട്ട് എന്ത് പറഞ്ഞു? അല്ല, പുള്ളി നമ്മുടെ കഴിഞ്ഞ ദിവസം കൂടെ പുള്ളി നമ്മളെ എടുക്കുന്ന മൂവ്മെന്റിൽ ഡിസിഷൻസിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിക്കൊരു എത്രയാണെങ്കിലും ഇത്ര പടം ചെയ്ത പ്രൊഡ്യൂസറാണ്, ഒരു ട്രസ്റ്റ് ഉണ്ട്. അത് ഇതുവരെ പോയിട്ടില്ല, അത് പോയില്ലെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കും. So when you decided just want to be an actress, a great actress, I just want to pursue acting എന്നുള്ളത് എപ്പോഴാണ് ഡിസൈഡ് ചെയ്ത ഒരു മൊമെന്റ്? ഒരു മൊമെന്റ് அப்படி இல்ல. எப்படி ஸ்டார்ட் ஆச்சுன்னா, ஒரு பெருசா எனக்கு ஆக்டிங் பத்தி எதுவும் தெரியல, ஃபில்மோகிராஃபி பத்தி ஃபிலிம்ஸ் பத்தியும் எதுவும் தெரியல. எங்கேயோ ஒரு நல்ல ஆப்பர்ச்சுனிட்டி, மாடலிங் பண்ணி ஒரு நல்ல ஆப்பர்ச்சுனிட்டி வந்து என்னோட பேரண்ட்ஸ் என்னை புஷ் பண்ணாங்க. சின்ன வயசுலேருந்து ஆர்ட்ஸில் எனக்கு இன்ட்ரெஸ்ட் அதிகமாக இருந்து சொல்லி லைக் ட்ரை பண்ணுறதுல தப்பு இல்லைன்னு சொல்லி புஷ் பண்ண ஆரம்பிச்சது. ஸ்லோலி அப்போ தான் என்னோட மைண்ட் ஓப்பன் ஆச்சு. ஓகே பர்சியூ பண்ணிட்டு ட்ரை பண்ணலாம் அப்படின்னு. அதுக்கப்புறம் சினிமா பார்க்க ஆரம்பித்தேன். எனக்கு மெயினாக எனக்கு லைக் சினிமா மேலே ஒரு இன்ட்ரெஸ்ட், லவ், பேஷன் வந்தது எல்லாமே செட்டில் ஒர்க் பண்ண ஆரம்பிச்சு அங்கே என்னெல்லாம் நடக்குது, எப்படி க்ரியேட் பண்ணுறாங்க அப்படின்றத பார்த்ததுக்கு அப்புறம் தான் எனக்கு ஜென்ரலாக எல்லாத்துலேயுமே ஒரு இன்ட்ரெஸ்ட். இன்ஃபேக்ட் எப்போவுமே இதுவும் நானும் டிஸ்கஸ் பண்ணிட்டே இருப்போம், அந்த நியூவான்ஸ் எல்லாம் எப்படி பண்ணலாம், இல்லை எப்படி ஜென்ரலி செட்டில் வந்து என்ன க்ரியேட்டிவ் சாய்ஸஸ் எடுக்கிறாங்க, அவங்களோட ப்ராசஸ், வேறு பீப்புளோட ப்ராசஸ், அவனோட ப்ராசஸ், என்னோட ப்ராசஸ். அவனுக்கு ஒரு ஸ்லம்ப் வந்துச்சுன்னா லைக் எனக்கு தெரியும் அது. பிகாஸ் சம்டைம்ஸ் வந்து திரும்ப நாங்கள் ரீடேக் போவோம், இல்லை சம்டைம்ஸ் நான் ரொம்ப நர்வஸாக இருக்கும் போது ரொம்ப லாஸ்ட்டாக இருக்க மாதிரி இருக்கும். ஸோ இட் வாஸ் லைக் வி ஹேட் அ ஈக்குவேஷன், we'd keep talking about it and we'd keep discussing in detail about all these things. Like
டிரெக்டரோட ஸ்டைல்ல இருந்து ஸ்டோரியில இருந்து கேரக்டர்ஸ்ல இருந்து எல்லாமே ஐ ஃபீல் லைக் ஆல்மோஸ்ட் எவ்ரி டேக் வந்து ஒரு அட்ரினலின் ரைட் மாதிரி தான் இருக்கும் அந்த மொமெண்ட்ல ஃபோக்கஸ் பண்ணி அதை கொண்டு வந்து பண்றதுக்கு. ஸோ இன் ஆல் தோஸ் மூமெண்ட்ஸ் அந்த பேஷன் அங்கே இன் எவ்ரி மூமெண்ட் அந்த பேஷன் இருக்கும். நாங்கள் அதை டிஸ்கஸ் பண்ணிகிட்டே தான் இருப்போம் நான் stop. അത് മാത്രമല്ല അർദുവിന് ഭയങ്കരമായിട്ട് അസാധ്യമായിട്ടൊരു ഡയറക്ഷൻ സെൻസ് ഉണ്ട്. ഉറപ്പായിട്ടും അവൻ ഉള്ള ഒരു സീനിൽ ഒരു സാധനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ അവൻ ആ കൺഫ്യൂഷൻ തീർക്കും ആ ബാക്കിലുള്ള സീൻസിൽ. പിന്നെ ഒരു ക്യാമറ ആംഗിൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചെറിയ ആർട്ടിസ്റ്റ് ഒക്കെ വരും, ആൾക്കറിയാം എവിടെ നിന്ന് എങ്ങനെ വരും, അവരെ പിടിച്ച് ഷോർട്ടായിരിക്കും റോള് ചെയ്യുന്ന സമയത്ത് ആള് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആള് ഇടയ്ക്ക് പറയും എനിക്ക് ഡയറക്റ്റ് ചെയ്യണം. ഉറപ്പായിട്ട് ഒരു ഭയങ്കര ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ He has like a third sense, I feel. sixth sense, right, that's correct. ஒரு young like beginner கே ஒரு செட்ல வந்து எப்படி கேமரால இருந்து மற்ற ஆர்டிஸ்ட்ல இருந்து அந்த அதை ஆக்டிங்கை நாவிகேட் பண்ணணும் இதுக்கு எப்பவுமே ஒரு எக்ஸ்ட்ரா சென்ஸ் இருக்க மாதிரி தான் எனக்குமே தோணும். ഇതാ ഈ സെയിം വൈബാണ് ഞാനും പറഞ്ഞത്. തുടക്കത്തിൽ നമ്മൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ല ഇവോൾവിങ് എന്നൊരു വേർഡ് ഞാൻ യൂസ് ചെയ്തില്ല. അതിൽ ഞാൻ ഓരോ സീൻസായിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. ഫ്രം ദ ഫസ്റ്റ് ഫിലിം ഉൾപ്പെടെ അതിൻ്റെ ട്രെയിലേഴ്സൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് അല്ലെങ്കിൽ സീൻസ് വാച്ച് ചെയ്ത് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ സെയിം സാധനം അത് കറക്റ്റായിട്ട് പ്രീതി എക്സ്പ്ലെയിൻ ചെയ്തു. അത് കറക്റ്റായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫൈസലും പറഞ്ഞു കാര്യം കൃത്യമായിട്ട്. ഈ കാര്യം ഞാനും പറഞ്ഞു. ഇവോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല അത് നമ്മൾ സാധാരണ പിന്നീടാണ് ഇവോൾവ് ചെയ്യണം. കുറേ ചെയ്ത് വന്നിട്ട് കിട്ടുന്നതൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവോൾവ് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ, തുടക്കത്തിലേ അങ്ങനെ വരാമെന്ന് പറയാ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് ആൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്. പക്ഷെ എന്നാൽ പോലും പ്ലീസ് കൗമുദി പ്രേക്ഷകർക്ക് വേണ്ടി ഡ്രീം ലൈക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമുള്ള ആൾക്കാരില്ലേ. ഇപ്പം നമ്മളിപ്പം കാനിലോട്ട് പോകുമ്പോൾ വി ക്യാൻ ഇമാജിൻ ഹൗ ഇറ്റ് ബി. ഒരു 5 days പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 15 days ഫ്രീ ലൈക്ക് ചില്ല് ചെയ്തു. ഫസ്റ്റ് 5 days കാനിൽ റെഡ് കാർപ്പറ്റും അതും ഇതും അൾട്ടിമേറ്റ്ലി മെമ്മറബിൾ എന്ന് പറയാൻ ഭയങ്കര മെമ്മറബിൾ ആണ്. കുറേ പഠിക്കാൻ പറ്റി ആസ് ഇൻ പഠിക്കാൻ പറ്റിയത് കാനിൽ പോയിട്ടല്ല ആക്ച്വലി, സോറി വർക്ക്ഷോപ്പൊക്കെ ചെയ്ത് സിനിമ ചെയ്തുകൊണ്ട് ഇനി കാനിലേയും കാട്ടി ഞാൻ ഓർക്കുന്നത് ഞാൻ അതിൽ നിന്ന് പഠിച്ച സാധനങ്ങളാണ്. കാരണം അത്രയും വർക്ക്ഷോപ്പും അത്രയും വർക്ക് ചെയ്ത് ഡയറക്ടറിൽ നിന്ന് കിട്ടി, പല അവിടുത്തെ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്ത് കുറേ വർക്ക്ഷോപ്പും ആ ക്യാരക്ടർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പായലിൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാവൂ ആ ഒരു മെത്തേഡ് അത് വർക്ക് ചെയ്തിട്ടാണ് മുറയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം മുറയിൽ കുറച്ചും കൂടെ ഇൻപുട്ട് ഇടാൻ പറ്റി. അതിൽ ഓൾ വി മാസിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയും. അപ്പോൾ ആ ആൾക്കാർ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേരായിരിക്കും. അവരെ കുറിച്ചൊരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ്. സായ ബ്രിങ്കാർ. യങ് ആൻഡ് വൈബ്രന്റ്. ഓക്കെ. തേജോ ഭരദ്വാജ്. തേജോ மியூசிக் வீடியோல அந்த மியூசிக் வீடியோஸ்ல ஒரு விஷனரி. ஓகே. காஜல் அகர்வால். நான் மீட் பண்ணதில்லை பட் கிரேஸ்ஃபுல். ரிது. born actor. Yeah, not born actor. Kevin. Dedicated. ഓക്കെ. നീ ഋതുവിൻ്റെ ഒരു സുരാജ് വെഞ്ഞാറമൂട്. മൂഡ് ഇറ്റ്സ് ഓക്കെ. വെഞ്ഞാറമൂട് ഏത് മൂഡ്? വെഞ്ഞാറമൂട്. അതെ. ദാറ്റ്സ് എ മൂഡ്. ഓക്കെ. പായൽ കപ്പാട്ടിയ. വിഷനറി. ഓക്കെ. അനുരാഗ് കശ്യപ്. ട്രൂ ഓണസ്റ്റി. പ്രീതി മുകുന്ദൻ. പ്രീതി മുകുന്ദൻ ക്വീൻ. We always hype each other. അങ്ങനെ ഓക്കെ ശരി മനസ്സിലായി. ജസ്റ്റ് വൺ വേർഡ്. വാട്ട് ഈസ് പ്രീതി? പ്രീതി ഫ്യൂച്ചർ. ഓക്കെ. ഋതു? പാസ്റ്റ്. നമ്മുടെ നെക്സ്റ്റ് ഡോർ ബോയ്. ഫ്യൂച്ചറിലെ നെക്സ്റ്റ് ഡോർ ബോയ്. നമുക്ക് ഭയങ്കര കുറച്ച് കഴിഞ്ഞാൽ ഋതുവിനെ മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആളായിരിക്കും ഋതു. നെക്സ്റ്റ് ബിഗ് തിങ്. Enough. ഓക്കെ. It's a very stressful game. സഞ്ജു ഉണ്ണിത്താൻ. ദൈവം. ഓക്കെ ശരി. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഒരു ത്രില്ലർ റൊമാൻറ്റിക്
ത്രില്ലറാണ് ഇത് തരുന്നതെന്നുള്ളത് പോസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് റിവീലായി കുറച്ചൊരു ഇത് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു റോളർ കോസ്റ്റർ ജേർണി ആയിരിക്കും. അതുമാത്രമല്ല പ്രേക്ഷകർ ഈ പറഞ്ഞ ഈ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലാണ്ട് തന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ്സ് അതിനകത്ത് ഉറപ്പായിട്ടുണ്ട്. കാരണം ഞാൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു കാണാനുള്ളൊരു ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. കാരണം ഓരോ തവണ ഇറക്കുന്ന പോസ്റ്ററും ഓരോ രീതിയിലാണ് ഇരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇതെന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉറപ്പായിട്ടും കൊടുത്തിട്ടുണ്ട്. പോസ്റ്റേഴ്സിലൂടെ എന്തായാലും അത് കൊടുത്തിട്ടുണ്ട്, അതിനൊരു സംശയമില്ല. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫിലിം and all the best for your future endeavors. Thank you. Thank you.